ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരില്ലായിരുന്നു. പക്ഷേ ഇവൻ വന്നിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറഞ്ഞിടേ തന്തയ്ക്ക് വിളിക്കുന്ന വന്നിട്ട് അങ്ങനെയൊക്കെ തന്തയ്ക്ക് വന്ന് വിളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ സിജോ? അപ്പം നമുക്ക് ഇന്ന് സിജോന്റെ വീഡിയോ റിയാക്ട് ചെയ്യാം. ഓക്കെ, ആയിക്കോട്ടെ. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. പിന്നെ അങ്ങോട്ട് തുടങ്ങിയേക്കാം. ഹായ്, ഞാൻ നിങ്ങളുടെ സിജോയാണ്. അനന്തമോൻ കഴിഞ്ഞ ദിവസം വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ മിസ്റ്റേക്ക്. മോനേനോ സിജോയ്ക്ക് എന്നെ കണ്ടിട്ട് പ്രായം തോന്നിക്കുന്നില്ല. പ്രായമല്ലായിരുന്നു അടുത്ത വിഷയം. ഞാൻ മോനെന്ന് വിളിച്ചു പോയി, പക്ഷേ ആ വിളി എന്തായാലും തിരുത്തണം. മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്, കുഴപ്പമില്ല, ശരിയാവും. ഇല്ലെങ്കിൽ അനന്തമോൻ അത് വിഷയമാകുമല്ലോ. അതുകൊണ്ട് ഞാൻ മോളെ എന്ന് വിളിക്കാം. ഓക്കെ, കാരണം മോളെ എന്ന് വിളിക്കേണ്ട പരിപാടികളാണ് കുട്ടൻ കുറച്ച് നാള് മുന്നേ ഒക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? മോനാണോ മോളാണോ എന്ന് എന്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, നിങ്ങൾ തന്നെയാണ് വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നത്. പക്ഷെ നിന്റെ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാവില്ലടാ സിജോ. നീ ആണാണോ അതോ പെണ്ണാണോ, അത് ആണും പെണ്ണും കെട്ടവനാണോ, അത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ചിരിച്ചു പോയനെ. എന്താണെങ്കിലും ഞാൻ അതിനകത്ത് കടന്ന് കുറെ ചെകയാൻ നിൽക്കുന്നില്ല. നിന്റെ ആണത്തത്തെ ഞാൻ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നില്ല. കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. ആ കൊച്ചിന് വെറുതെ ഒരു വിഷമം ഉണ്ടാക്കാൻ ഞാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. അപ്പൊ സിജോ നമുക്കൊരു വിളിപ്പേരിട്ടെങ്കിൽ അപ്പൊ സിജോയ്ക്ക് നമ്മളൊരു വിളിപ്പേര് തിരിച്ച് കൊടുക്കണമല്ലോ. എല്ലാരും വിളിച്ചു. അവരുടെ ആസനം പഴുത്താൽ അത് പൊക്കി കാണിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്നത് ഒരു രീതി. മോനെ സിജോ കിട്ടി, പേര് കിട്ടി. ആസനം പൊക്കി സിജോ എന്ന് വിളിക്കാം. അപ്പൊ രണ്ടും വെട്ടിപ്പോയി.